ഇസ്രായേൽ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗോൾഡ മേയറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ അകത്ത് എടുത്ത് കാണിച്ചിട്ടുണ്ട്. There is no Palestine, there is no such thing. പലസ്തീൻ എന്ന ഒരു രാജ്യമേ, ഒരു സംഗതിയെ നിലവിലില്ല എന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട്. അപ്പോൾ ഈ സയണിസത്തിൻ്റെ ഒരു വളർച്ചയും ഇസ്രായേലിൻ്റെ രൂപീകരണവും എങ്ങനെയാണ് ഇവർ ഈ നിലപാടിലേക്ക് എത്തിയതിനെ സംബന്ധിച്ച് ലഘുവായിട്ടൊന്ന് വിശദീകരിക്കാം. സയനിസ്റ്റ് മൂവ്മെൻറ്റ് വരുന്നത് ശരിക്കും ലേറ്റ് 19th സെഞ്ച്വറിയിലാണ്, ഏർലി 20th സെഞ്ച്വറി. അപ്പം അന്ന് പാലസ്റ്റൈൻ ഓട്ടോമൻ എംപയറിൻ്റെ ഭാഗമാണ്. അവിടെ ഒരു പാലസ്റ്റൈനിലുള്ള അവിടെ ഇൻഹാബിറ്റൻ്റ് ആയിട്ടുള്ള ലോക്കൽ ജ്യൂസ് ഉണ്ട്, ജെറുസലേം, ഇൻ ആൻഡ് അറൗണ്ട് ജെറുസലേം ഉണ്ട്. സത്യത്തിൽ അവരാണ് കുറേ കൂടി പീസ്ഫുള്ളായിട്ട് ജീവിക്കുന്നത് യൂറോപ്പിലെ ജൂതന്മാരെക്കാളും. യൂറോപ്പിൽ കടുത്ത രീതിയിലുള്ള ആൻറ്റിസെമിറ്റിസം ഉണ്ടായിരുന്നു, വയലൻസ് ഉണ്ടായിരുന്നു. അത് നൂറ്റാണ്ടുകളോളം നീണ്ടു കിടക്കുന്ന വയലൻസാണ്. ബ്ലാക്ക് ഡെത്തിൻ്റെ സമയത്ത് ബർമിംഗ്ഹാമിലും ലണ്ടനിലും ഒക്കെ ജൂതന്മാരെ തെരഞ്ഞു പിടിച്ച് കൂട്ടത്തോടെ ടൗൺ സ്ക്വയറിൽ കൊണ്ടുവന്ന് കത്തിച്ചു കൊല്ലുന്ന പരിപാടി ഉണ്ടായിരുന്നു 14ാം നൂറ്റാണ്ടിൽ. ഡോക്യുമെൻ്റഡ് ആണ് അത്. ആ രീതിയിലുള്ള വയലൻസാണ് യൂറോപ്പിൽ സെഞ്ച്വറീസ് ആയിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ പലയിടത്തും യൂറോപ്യൻ ലിറ്ററേച്ചറിൽ കാണാം. ഇപ്പോൾ ദ ഗ്രേറ്റ് ഷേക്സ്പിയർ മെർച്ചൻ്റ് ഓഫ് വെനീസ് ഈസ് ആൻ ആൻറ്റിസെമിറ്റിക് പീസ് ഓഫ് വർക്ക്. അത് ഈവൻ ഗോഡ് ഫാദർ 2-ൽ, ഫ്രാൻസിസ് ഫോർഡ് കപ്പോളയുടെ ഗോഡ് ഫാദർ 2-ൽ പോലും നമുക്ക് ആൻറ്റിസെമിറ്റിസം കാണാം. അപ്പോൾ അത് എന്താണ് 20th സെഞ്ച്വറിയിലേക്ക് വരെ നീണ്ടു കിടക്കുന്ന രീതിയിലുള്ള ആൻറ്റിസെമിറ്റിസം നമുക്ക് വെസ്റ്റേൺ സൊസൈറ്റിയിൽ കാണാം. അതിൽ നിന്ന് ഉള്ള മോചനമാണ് തിയഡോർ ഹെർസിലൊക്കെ അന്ന് മുന്നോട്ട് വെച്ചത് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം. ആ മോചനത്തിൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് യഹൂദർക്ക് അസിമിലേഷൻ സാധ്യമല്ല. കാരണം ഈ വെസ്റ്റേൺ സൊസൈറ്റീസ് അത്രയും ഹോസ്റ്റൈലാണ് അവരുടെ അടുത്ത്, അവരെ സ്വീകരിക്കാൻ തയ്യാറല്ല. അസിമിലേഷൻ സാധ്യമല്ലാത്തതുകൊണ്ട് യഹൂദർക്ക് സ്വന്തമായിട്ടൊരു ഹോംലാൻഡ് വേണം എന്നാണ് സയനിസ്റ്റുകൾ അന്ന് മുന്നോട്ട് വെച്ചത്. ഈ ഹോംലാൻഡ് പാലസ്റ്റൈനിലാവണമെന്ന് അവർ നിർബന്ധം പിടിച്ചിട്ടില്ല. ആദ്യകാലത്ത് നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുഗാണ്ടയിൽ ഇസ്രായേൽ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, അർജൻറ്റീനയിൽ ഉണ്ടായിരുന്നു. യുഗാണ്ടയിൽ ഇസ്രായേൽ ജൂവിഷ് ഹോം സ്റ്റേറ്റ് ഉണ്ടാക്കാനുള്ള പ്ലാൻ മുന്നോട്ട് വെച്ചത് ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി തന്നെയാണ്. അന്ന് ഡേവിഡ് ലോയിഡ് ജോർജ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് യുഗാണ്ട പ്ലാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അത് വേൾഡ് സയനിസ്റ്റ് കോൺഗ്രസ് അതിനെ എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പലർക്കും അതറിയില്ല. അപ്പോൾ അത് ഇവർ പക്ഷേ യഹൂദർ എന്താണ് മൈഗ്രേറ്റ് ചെയ്തത് കൂടുതലും ഓട്ടോമൻ ലാൻഡിലേക്കാണ്. 2 കാരണങ്ങളാൽ. ഒന്ന്, ഒരു ബിബ്ലിക്കൽ കണക്ഷൻ ഉണ്ട്. കാരണം ഇവർ ഛിന്നഭിന്നമായി പോയത് ജെറുസലേമിൽ നിന്നാണ്. അപ്പോൾ അതുപോലെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടെ ഒരു കിങ്ഡം ഓഫ് ഇസ്രായേൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഒരു മൈഗ്രേഷനുള്ള ഒരു എന്താ പറയുക ഒരു റിലീജിയസ് റീസൺ ഉണ്ട്, ഒരു കൾച്ചറൽ റീസൺ ഉണ്ട്. അതൊന്ന്. 2, ഓട്ടോമൻ സുൽത്താൻ മൈഗ്രേഷൻ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യഹൂദർ കൂട്ടത്തോടെ പലായനം ചെയ്യുകയും യൂറോപ്പിൽ നിന്ന്, കാരണം അവർക്ക് യൂറോപ്പിലെ കെടുതികളിൽ നിന്നുള്ള മോചനത്തെ അവർ മോചനമായിട്ട് കാണുന്നത് എന്താണ്? പലായനമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ജൂതരെ അംഗീകരിക്കുകയും ചേർത്ത് നിർത്തുകയും